വയലൻസ് ഞാൻ കേട്ടിരുന്നു, അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രതീക്ഷിച്ചു വന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് ഭയങ്കര അയ്യോ, അതെ അതെ അതെ. കുഞ്ഞിനെ എടുക്കുന്നതൊക്കെ ഭയങ്കര പ്രശ്നമായി. തീർച്ചയായിട്ടും പേടിച്ചു. ഇത് പ്രതീക്ഷിച്ചതുകൊണ്ട് ഇത് കാണാമല്ലോ. മാർക്കോ ഒരു വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സിനിമയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വയലൻസ് ഫീൽ ചെയ്തില്ല. ഒരു വയലൻസ് ഫീൽ ചെയ്യുന്ന സമയത്തെന്ന് പറയുന്നത് ഇത് ഒറിജിനലായിട്ട് ആ വയലൻസ് എടുത്ത് കാണിക്കുമ്പോഴല്ല, അപ്പം രണ്ടായി പീസ് മാറുന്നതോ ഇത്തരത്തിലുള്ള അതൊരു ശക്തമായിട്ടുള്ളൊരു വയലൻസ് നമ്മൾ ഡയറക്റ്റ് കാണിക്കുമ്പോഴല്ല, എപ്പോഴും ഒരു സ്ക്രീനിൻ്റെ പ്രത്യേകത. വയലൻസ് പിന്നിൽ ഉണ്ടെന്ന് നമ്മൾ ധരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിനെ എപ്പോഴും ഭീകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നത്. ഇത് അത്തരത്തിലുള്ള ഒരു ഭീകരത ഉണ്ടാക്കിയില്ല എന്നുള്ളത് എനിക്കറിയാം. പിന്നെ ലേഡീസിനും കുട്ടികൾക്കും ഒക്കെ ഇത് കാണുമ്പോൾ ഒരു മാനസികമായിട്ട് ഒരു ഇതുണ്ടാവും. കാര്യം അത്രത്തോളം ഒരു വയലൻസ് കൊണ്ടുവരുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ബാക്കി വെക്കാനൊന്നും ഇല്ലാത്ത രീതിയിൽ അങ്ങ് എല്ലാവരെയും തട്ടിക്കളയുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു എന്താ പറയുന്നത് ഫ്ലോപ്പായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഈ വയലൻസ് എപ്പോഴും വേൾഡ് സിനിമയിൽ ഈ വയലൻസ് അറിയാത്തൊരാരുമില്ല. ഡയറക്ഷൻ ഫീൽഡിൽ എല്ലാവർക്കും അറിയാം. പക്ഷേ അങ്ങനെ വയലൻസ് കാണിച്ചാൽ ഈ ഇരിക്കുന്നവർക്കാർക്കും വയലൻസ് തോന്നത്തില്ല എന്നുള്ള ഒരു ഡയറക്ഷൻ ടെക്നിക്കിൽ അതിൻ്റെ പിന്നിലുണ്ട്. ആ ഒരു സാധനത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ തന്നെ അത് എനിക്ക് ഫീൽ ചെയ്തില്ല. അത് എത്ര പേർക്ക് ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയാം. അങ്ങനെ വയലൻസ് കാണിച്ചിട്ട് കാര്യമില്ല. കാര്യം കാണിച്ചാൽ ആർക്കും അത് ഫീൽ ചെയ്യാറില്ല. ഇപ്പോൾ ഒരു ഹൊറർ സിനിമ എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ഡയറക്ടർ ഈ പറഞ്ഞ പോലെ എന്താണോ നമ്മൾ പേടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ കൊണ്ടുവന്നിട്ട് മുന്നിൽ കൊണ്ട് നിർത്തി മൃഗീയമായി ഒരു മർഡർ കാണിച്ചാൽ അത് സുഖം വരുന്നില്ല. പക്ഷേ അതിനെപ്പോഴും മറച്ചു വെച്ചാണ് പ്രേക്ഷകൻ്റെ മുന്നിലേക്ക് എടുക്കുന്നത്. ഡയറക്ഷനൽ സുഖം എനിക്ക് വലിയ ഒന്നും തോന്നിയൊന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് ഇത്രത്തോളം വേണ്ടായിരുന്നു വയലൻസ്. അപ്പോൾ ഇത്രയും വയലൻസ് കൊണ്ടുവന്നത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ വയലൻസിയുടെ സുഖം നഷ്ടപ്പെട്ടത്. കൂടുതൽ പറയാനുള്ള ബ്രൂട്ടലായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഫാമിലി ആയിട്ട് കാണുന്ന കൊച്ചു പിള്ളേരൊക്കെ കാണാതിരിക്കണല്ലേ, അതൊക്കെ കണ്ടുവരുമ്പോഴത്തേക്ക് ആ ഒരു R-rated അടിപൊളിയാണ്. കില്ലും നമ്മൾ അനിമലൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? കൊള്ളാം. മലയാളത്തിൽ ഇങ്ങനെ ഒരു മൂവി വന്നാലും അടിപൊളിയാണ്. എങ്ങനെയുണ്ട് സിനിമ കാണാനായിട്ട്? ഇപ്പോഴും മാറിയിട്ടില്ല. നിങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണോ വന്നോ? ഇല്ല, ടീച്ചർ കണ്ടിട്ടുണ്ടായിരുന്നു. വയലൻസ് അറിയായിരുന്നു. പടങ്ങൾ ഇഷ്ടമാണ്. ടീച്ചർ കണ്ടപ്പോ ഇപ്പോഴും ഇത്രമാത്രം വയലൻസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. അതെ അതെ അതെ, ഇങ്ങനെ ഇങ്ങനെ കണ്ടു. അതിന്റെ ആ ഒരു ഇത് മാറിയിട്ടില്ല. ഇല്ല, കുഴപ്പമില്ല. നമ്മുടെ മലയാളത്തിൽ ആദ്യമായിട്ട് ഇത്രയും ഒരു വയലൻസ് ആദ്യമായിട്ടോ. എങ്ങനെയുണ്ട് പടം? കണ്ടിരിക്കാം. സ്റ്റോറി വൈസ് അത്ര ഇതില്ല, പക്ഷേ വയലൻസും ആക്ഷൻ സീൻസ് കുറവാണ്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? പെർഫോമൻസ് ആണോ? പെർഫോമൻസ് വൈസ് എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്.